ഇന്നുമുണ്ടല്ലോ പാരമ്പര്യത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ ഗർവാപ്പസി, തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വിളിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരൂ. ഏതാണ് തറവാട്? ഏഴാം നൂറ്റാണ്ടിൽ സ്വഹാബത്തിന്റെ പ്രബോധനം കേട്ട് മുസ്ലിമീങ്ങളായവരെ, നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരൂ, ആദിമ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരൂ, ബിംബാരാധനയിലേക്ക് വരൂ, അന്ധവിശ്വാസങ്ങളിലേക്ക് വരൂ, മനുഷ്യനെ പല പല തട്ടുകളാകുന്ന നീചമായ സംസ്കാരത്തിലേക്ക് കടന്നു വരൂ. ചില ആളുകൾ വിളിക്കുകയാണ് ഗർവാപ്പസിയുമായി കടന്നു വരുന്നവരോട്, നമുക്ക് ബേജാറില്ല, ഗർവാപ്പസി കേവലം ഒരു ഗിമ്മിക്കാണ്, അതൊരു ഓലപ്പാമ്പാണ്, അതിൽ ഒരു ചുക്കുമില്ല എന്ന് തന്റെ ഇടത്തോടുകൂടെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ സമുദായത്തിലെ വിവേകികളായ ആളുകൾ, പണ്ഡിതന്മാരും സാധാരണക്കാരും. അതുപോലുള്ള ഗിമ്മിക്കുകളൊന്നും കാട്ടിയിട്ട് ഈ സമുദായത്തെ ആടിയുലക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. പക്ഷേ ഗർവാപ്പസിയുടെ ആളുകൾ പറയുന്ന രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന്, നിർബന്ധിതമായി മതപരിവർത്തനം നടത്തപ്പെട്ട കാരണം കൊണ്ടാണ്. ഹൈന്ദവ മതങ്ങളിൽ നിന്ന് യഥാർത്ഥ ഹിന്ദുക്കൾ ഇത് പറയില്ല. കൃഷ്ണനെയും രാമനെയും സ്നേഹത്തോടുകൂടെ കാണുന്ന ഗീതയും മഹാഭാരതവും രാമായണവും ശ്രുതികളും സ്മൃതികളും പഠിക്കുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവയെ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത ഒരു ഹൈന്ദവ സഹോദരനും ഇത് പറയുകയില്ല. ഇവിടെ ചില ആളുകൾ പറയുന്നു നിർബന്ധിതമായ മതപരിവർത്തനം നടന്നുവന്ന്. അതിന് നമുക്ക് മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല, ആദിമ സംസ്കാരം ഈ സംസ്കാരമാണെന്ന വാദം, അതിനെയും നമ്മൾ ഖണ്ഡിക്കേണ്ടതുണ്ട്. ഒന്നാമത് പറയട്ടെ, നിർബന്ധിതമായ മതപരിവർത്തനം അത് മാലിക് ദീനാറിന്റെ അജണ്ടയല്ല, ലോകത്തൊരു പ്രബോധകന്റെയും അജണ്ടയല്ല, ഒരു പ്രവാചകന്റെയും അജണ്ടയല്ല. കാരണം നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിധി പ്രകാരം ഹറാമായ സംഗതിയാണ്, നിഷിദ്ധമായ സംഗതിയാണ്, കുറ്റം കിട്ടുന്ന ഏർപ്പാടാണ്. ഇസ്ലാം പ്രബോധനം ചെയ്യുന്നവർ സാധാരണക്കാരല്ല. പ്രവാചകന്മാർ, പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രബോധകന്മാർ, ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാർ, നന്മയുടെ നായകന്മാർ. അവരെങ്ങനെ ഹറാം ചെയ്യും? മദീനയിലെ അൻസ്വാരികളായ കുടുംബങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങൾ, എല്ലാവരും മുഅ്മിനീങ്ങൾ, എല്ലാവരും മുഹിബ്ബീങ്ങൾ, എല്ലാവരും മാദിഹീങ്ങൾ. അവിടെ ഒരാൾ മാത്രം കാഫിർ, അയാൾ വിശ്വസിച്ചിട്ടില്ല. അവന്റെ പിതാവ് പറഞ്ഞു, മോനെ, ഈ തറവാട് മുഴുവനും നിന്നെ ഓർത്തുകൊണ്ട് ലജ്ജിക്കുകയാണ്. എല്ലാവരും മുസ്ലിമായി, നീ മാത്രം മുസ്ലിമാകാൻ മദീനയിൽ ബാക്കിയാണ്. പിതാവിന്റെ വാക്കുകൾ മകൻ ചെവി കൊണ്ടില്ല. പിതാവ് പറഞ്ഞു, കൊല്ലുപെടാ നിന്നെ, നിന്റെ കഴുത്തു ഞാൻ കരിയില പോലെ പാറി പറപ്പിക്കും, നിന്റെ ശിരസ് ഞാൻ ഉടലില്ലെന്ന് വേർപ്പെടുത്തും. ഇന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നിന്റെ തല ഞാൻ എടുക്കുമെന്ന് പ്രകോപിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, ഭീഷണി മുഴക്കുകയാണ്. ആ സമയത്താണ് നസറൽ അമീൻ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധമായ ഒരു ക്ഷാഠ്യം പാടില്ല, നിർബന്ധ മതപരിവർത്തനം പാടില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, പ്രവാചകന്റെ ആജ്ഞയാണ്. അൻസാരിയായ പിതാവിന്റെ മനസ്സ് തണുത്തുപോയി. താൻ ചെയ്തു പോയത് അപരാധമാണ്. അവൻ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ. മദീന മുനവ്വറ ഇസ്ലാമിന്റെ ലോക തലസ്ഥാനമാണ്. അന്നും ഇന്നും ഖിയാമത്ത് നാൾ വരുമ്പോഴും ലോകത്തിന്റെ തലസ്ഥാനം മദീനയാണ്. ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനം മദീന. ആ മദീനയിൽ എല്ലാവരും മുസ്ലിമായപ്പോൾ ഒരു ചെറുക്കൻ മാത്രം മുസ്ലിമാകാതെ ബാക്കി നിന്നപ്പോ അവനെ ഭീഷണിപ്പെടുത്താൻ പിതാവ് തുനിയുമ്പോ ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധ മതപരിവർത്തനം നിഷിദ്ധമാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മതം, ഈ മതത്തിന്റെ പ്രബോധകന്മാർ എവിടെയാണ് നിർബന്ധ മതപരിവർത്തനം നടത്തുക? മാത്രമല്ല, മതപരമായി നിഷിദ്ധമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ മതം മാറ്റിയാൽ അയാൾ മതം മാറില്ല എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. പ്രമാദമായ ഒരു കേസിൽ കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ജഡ്ജി ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകില്ലയോ? ശംസുൽ ഉലമ വല്ലാത്ത ഒരു കൗശലം കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചോദ്യം ശരിക്കും വ്യക്തമായിട്ടില്ല, സർ രണ്ടാമതൊന്നു കൂടി ആവർത്തിക്കുമോ? ജഡ്ജി ആവർത്തിച്ചു, മനസ്സില്ല മനസ്സോടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിം ആകില്ലയോ? ശംസുൽ ഉലമ കേൾക്കാത്തതുപോലെ അഭിനയിച്ചു. മൂന്നാമതും ആവർത്തിച്ചു ചോദിച്ചു, നിങ്ങളുടെ ചോദ്യം ഒന്ന് മൂന്നാമതും പറയുമോ? ദേഷ്യപ്പെട്ടുകൊണ്ട് ജഡ്ജി പറഞ്ഞു, ഇത് അവസാനത്തെ പറച്ചിലാണ്, ഇനി പറയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആകില്ലയോ? മുസ്ലിയാരെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മനോഹരമായ സുഖസിദ്ധമായ ഒരു കൗശല ചിരിയോടുകൂടെ ചോദിച്ചു, സർ, നിങ്ങൾ 3 വട്ടമായി നിങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോയി. ആർ യു എ മുസ്ലിം?
നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടോ? അപ്പോഴാണ് ജഡ്ജിന് തലയിൽ ഒരു വെള്ളിടി ഉണ്ടായത്. താൻ ചോദിച്ചത് അർത്ഥശൂന്യമായ ചോദ്യമാണെന്ന് ബോധ്യപ്പെട്ടത്. ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതം മാറ്റാൻ സാധ്യമല്ല. അത് മുഹാലായ സംഗതിയാണ്. ഒരാളെ കൊണ്ട് നാവ് കൊണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കാം. മനോഹരമായിട്ട് ചൊല്ലുന്ന ആളുകളുണ്ടല്ലോ, റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന, മാപ്പിളപ്പാട്ടെന്നും പറഞ്ഞു നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവരിൽ മുസ്ലിം കുട്ടികളെക്കാൾ കൂടുതൽ വ്യക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഫസ്റ്റ് പ്രൈസും ഫ്ലാറ്റും വാങ്ങിക്കൊണ്ടു പോകുന്നത് മുസ്ലിമീങ്ങളല്ലാത്ത കുട്ടികളാണ്. നാവ് കൊണ്ട് നമുക്ക് ഉച്ചരിപ്പിക്കാൻ സാധിച്ചേക്കാം, ഒരു തൊപ്പിയിട്ട് കൊടുക്കാൻ കഴിഞ്ഞേക്കാം, ഒരു പർദ്ദ ഇടിയിപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം നിറച്ചു കൊടുക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്, നിങ്ങൾ പ്രബോധനം ചെയ്യുക, ഹിദായത്ത് നിറച്ചു കൊടുക്കുന്നത് നാമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. നിർബന്ധ മതപരിവർത്തനം നിഷിദ്ധമാണ്. മാത്രമല്ല അത് നടക്കാത്ത സംഗതിയാണ്. ചരിത്രത്തിൽ എവിടെയും അങ്ങനെ നടന്നിട്ടില്ല. മലബാറിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നവോത്ഥാനത്തിന്റെ നായകനായി നിറഞ്ഞു നിൽക്കുന്ന മഹാനായ ഖുതുബുസ്സമാൻ മൗലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മമ്പുറത്ത് അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ കാലപുരുഷൻ, ആ മഹാനായ മനുഷ്യന്റെ കാര്യസ്ഥനായി ഒരു കോന്തു നായരുണ്ടായിരുന്നു. ഖുതുബുസ്സമാന്റെ കാര്യസ്ഥൻ കോന്തു നായർ. അയാൾ കാര്യസ്ഥനായി വരുമ്പോഴും നായരാണ്, കാര്യസ്ഥനായി നിൽക്കുമ്പോഴും നായരാണ്, ലോകത്തോട് വിട പറഞ്ഞ് ചിതയിലടങ്ങുമ്പോഴും നായരാണ്. കോന്തു മുസ്ലിയാരായില്ല, കോന്തു മൗലവിയായില്ല. മമ്പുറം തങ്ങൾ എത്രയോ ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി പറഞ്ഞു കൊടുത്ത നവോത്ഥാന നായകനാണ്, കാലത്തിന്റെ പുരുഷനാണ്. പക്ഷേ കോന്തു നായർ മുസ്ലിമായിട്ടല്ല മരിച്ചുപോയത്. കേരളത്തിന്റെ ഇതിഹാസത്തിൽ, മലയാളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഇതിഹാസ തുല്യമായ രണ്ട് കൂട്ടുകെട്ടുകൾ മഹാനായ കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ട് അച്ഛനും. രണ്ടുപേരും തമ്മിലുള്ള സൗഹാർദ്ദം ലോകത്തെ ഇതിഹാസം പോലെ പരന്നതാണ്, ലോകപ്രസിദ്ധമാണ്. കുഞ്ഞായിൻ മുസ്ലിയാരുടെ കൂടെ ജീവിതം മുഴുവനും മങ്ങാട്ട് അച്ഛൻ ജീവിച്ചു. അയാൾ മങ്ങാട്ട മൗലവിയായില്ല, മങ്ങാട്ട മാപ്പിളയായില്ല, മങ്ങാട്ട മുസ്ലിമായില്ല, മങ്ങാട്ട് അച്ഛനായിട്ട് തന്നെ മരിച്ചുപോയി. എവിടെ നിർബന്ധ മതപരിവർത്തനം എവിടെയും സംഭവിച്ചിട്ടില്ല. കുഞ്ഞായിൻ മുസ്ലിയാർ ഇന്ന് പലർക്കും എന്നോ ജീവിച്ചു പോയ പഴയ കാലത്തെ ഒരു ടിൻഡുമോനാണ്, ഒരു ഫലിത സമ്രാട്ടാണ്, ഒരു കുസൃതി കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല. ഷിപ്സോങ് എന്ന് പറയുന്ന, കപ്പപ്പാട്ട് എന്ന് പറയുന്ന തത്വചിന്തയുടെ ഗ്രന്ഥത്തിലൂടെ പാശ്ചാത്യ ലോകത്ത് ആയിരക്കണക്കിന് യൂറോപ്യന്മാരെ ഇസ്ലാമിന്റെ ശാസ്ത്ര തീരത്തേക്ക് ആനയിക്കാൻ കാരണമായ താത്വികനായ പണ്ഡിതനാണ് കുഞ്ഞായിൻ മുസ്ലിയാർ. ആ കുഞ്ഞായിൻ മുസ്ലിയാരുടെ കൂടെ ജീവിതം മുഴുവനും നടന്ന മങ്ങാട്ടച്ഛൻ മരിച്ചു പോകുമ്പോഴും അച്ഛൻ. എവിടെയാണ് നിർബന്ധ മതപരിവർത്തനം? എവിടെയും നടന്നിട്ടില്ല. സ്വമേധയാവുന്നതാണ്, പൊറുതിമുട്ടിയിട്ട് വന്നതാണ്. ജാതീയതയും അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയുടെ അർത്ഥശൂന്യതയും ബോധ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നവരാണ്. കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകയിൽ പറഞ്ഞതാണ് ശരി. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടോ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം, ചറ്റും പേടിക്കേണ്ട നമ്പുരാരെ. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഒഴുക്കുണ്ടായത്, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് പ്രവാഹമുണ്ടായത്. എവിടെയും നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടില്ല. പിന്നെ ഗർവാപ്പസി ആദ്യം പറഞ്ഞത് ബജറംഗ് ദളല്ല, അത് RSSന്റെ അജണ്ടയല്ല, അത് അള്ളാഹുവിന്റെ അജണ്ടയാണ്. തറവാട്ടിലേക്ക് തിരിച്ചു പോവുക, ആദിമ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. പക്ഷെ ഏതാണ് ഈ തറവാട്? ഏതാണ് ഈ ആദിമ സംസ്കാരം? ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരം വിഗ്രഹാരാധനയാണോ? ഇന്ത്യയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ ലോകത്ത് തന്നെ ജീവിച്ച ആദ്യത്തെ മനുഷ്യനാണ്. ഇന്ത്യയിലാണ് സത്യസന്ധമായ ചരിത്രപ്രകാരം ഇന്ത്യയിലാണ് ആദ്യമായി മനുഷ്യന്റെ പാദങ്ങൾ പതിഞ്ഞത്. ഇന്ത്യയിലാണ് ആദ്യമായി ഒരു മനുഷ്യൻ ജീവിച്ചത്. ലോകത്ത് ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ ജീവിച്ചത് ഇന്ത്യയിലാണ്. പുരാതനമായ ഇന്ത്യയിൽ, ഇന്നത്തെ കൊളംബോ അടങ്ങുന്ന ഇന്ത്യയിൽ, ശ്രീലങ്ക അടങ്ങുന്ന ഇന്ത്യയിൽ മഹാനായ സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അബുൽ ബശറിന്റെ സംസ്കാരം എന്താണ്? അത് വിഗ്രഹാരാധനയല്ല, അത് ജാതീയതയല്ല, അത് അന്ധവിശ്വാസങ്ങളല്ല, അത് തൗഹീദാണ്, അത് മഹബ്ബത്താണ്, അത് ഈമാനാണ്, അത് ഇസ്ലാമാണ്. ഗർവാപ്പസി എന്ന് പറയുന്നവർക്ക് ചരിത്രം പഠിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ആദിമ സംസ്കാരത്തിലേക്ക് വരട്ടെ. ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരം ആദം നബിയുടെ സംസ്കാരമാണ്, അത് തൗഹീദിന്റെ സംസ്കാരമാണ്, അത് മഹബ്ബത്തിന്റെ സംസ്കാരമാണ്. ഞാൻ ഊന്നി പറയുന്നു, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അങ്ങേക്ക് എന്ത് ഓമന പേരാണ് വേണ്ടത് ആദമേ എന്ന് ചോദിക്കുമ്പോ, അറബ് ഭാഷ സംസാരിക്കപ്പെടുന്ന സ്വർഗത്തിൽ വെച്ച് ഇന്നി അർജു അന്നുകന്ന
യുകന്നാ ബിഅബി മുഹമ്മദി, മുഹമ്മദിന്റെ പിതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബൂ മുഹമ്മദ് എന്നറിയപ്പെടാനാണ് ഞാൻ മോഹിക്കുന്നത് എന്ന് പറഞ്ഞു മഹബത്ത് വിളമ്പിയ അബുൽ ബശറായ ആദം അലൈഹിസ്സലാം. അവരാണ് ഇന്ത്യയിൽ ജീവിച്ച ആദ്യത്തെ ആൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ റസൂലും ആദ്യത്തെ മനുഷ്യരും ആദം അലൈഹിസ്സലാം. ഈ ആദം നബി ലോകത്തോട്ട് കടന്നു വരുന്നതിന്റെ മുമ്പ്, ഭൂമിയിൽ പാദമൂന്നുന്നതിന്റെ മുമ്പ് അദ്ദേഹം ജീവിച്ചതാണ് യഥാർത്ഥ ഘർ, അതാണ് യഥാർത്ഥ തറവാട്. ഭൂമിയിൽ പാദമൂന്നുന്നതിന്റെ മുമ്പ് 3 കാര്യങ്ങൾ ആദമിന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു. ഒന്ന് വിജ്ഞാനം, മറ്റൊന്ന് ഒരു തറവാട്, മറ്റൊന്ന് ഒരു ഇണ. വിജ്ഞാനം തൗഹീദിന്റെ വിജ്ഞാനമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഇൽമു പഠിപ്പിച്ചു ആദ്യം, തൗഹീദ് പഠിപ്പിച്ചു ആദ്യം. രണ്ടാമതൊരു വീട് നൽകി, ഒരു ഘർ നൽകി, ഒരു തറവാട് കൊടുത്തു. അതാണ് സ്വർഗം, അതാണ് സ്വർഗം. നാനാവിധ സുഖങ്ങളാൽ സുലഭിലമായ സ്വർഗം. മൂന്നാമതൊരു ഇണയെ കൊടുത്തു. അതാണ് ലോകത്തിന്റെ മാതാവായ ഹവ്വാ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ഗർവാപ്പസി എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ പീഡിപ്പിക്കരുത്. ഗർവാപ്പസി എന്ന് പറയുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സത്യസന്ധമായ ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗർവാപ്പസി നടത്തുകയാണ്. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന് അറിയാം, തൊട്ടു മുമ്പേ കാണുന്ന ഈ ജാഹിലിയത്തല്ല ആദിമ സംസ്കാരം. യഥാർത്ഥ പാരമ്പര്യം, യഥാർത്ഥ താവഴിയുടെ തൗഹീദാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായി വിശ്വസിച്ചു. ആദ്യത്തെ മുസ്ലിമായി വന്നു. ഇസ്ലാമിലേക്ക് വന്ന ശേഷം ശരീരം അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിക്കുകയാണ്. സമ്പത്ത് മുഴുവനും സമർപ്പിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട